ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞായിരുന്നു ജോബ് ഫൈൻഡ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ട് CV ബിൽഡ് ചെയ്യുന്ന കാര്യവും എല്ലാം. അപ്പം ലിങ്ക്ഡിൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ലിങ്ക്ഡിൻ നിങ്ങളെല്ലാവരും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് CV ആണ്. അറിയാം, ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും നാട്ടിൽ നിന്ന് തന്നെ CV എടുത്തുകൊണ്ട് വരികയും ചെയ്യരുത്. കാരണം ഇവിടുത്തെ സിം കാർഡിൻ്റെ നമ്പറേ നമ്മൾ CVക്കകത്ത് വെക്കാവുള്ളൂ. നമ്മൾ CVക്കകത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇമെയിൽ ID വെക്കണം, ഫോൺ നമ്പർ വെക്കണം, പിന്നെ ലിങ്ക്ഡിൻ ID വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ലിങ്ക്ഡിൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. നമ്മൾ CVക്കകത്തെല്ലാം തന്നെ നമുക്ക് ലിങ്ക്ഡിൻ ID വെക്കണം. കാരണം അവർ ലിങ്ക്ഡിനിൽ കയറി നമ്മുടെ ഹിസ്റ്ററി നോക്കും, നമ്മളെവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് നമ്മുടെ സ്കിൽസ്, കാര്യങ്ങളെല്ലാം അവർക്ക് നോക്കും. അതുകൊണ്ട് ലിങ്ക്ഡിൻ ID വെക്കണം, പിന്നെ സിം നമ്പർ. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് നിങ്ങൾ CV ക്രിയേറ്റ് ചെയ്യുക. ഒരു PDF അല്ലെങ്കിൽ ഒരു വേർഡ് ഫോർമാറ്റിൽ CV ക്രിയേറ്റ് ചെയ്ത് ഡിജിറ്റലായിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം ചുരുക്കം CVs മാത്രം എടുത്താൽ മതി. അത് ഞാൻ ബാക്കി പറയുന്ന സ്റ്റെപ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ചുരുക്കം CVs ആദ്യം ഒരു 10 അല്ലെങ്കിൽ ഒരു 20-25 CV എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു സിം നമ്പർ വെക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഉണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സിം കാർഡ് എടുത്ത് തരും എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തത്. എൻ്റെ ബ്രദറിനിലോ ഇവിടെ ഉള്ളത് കൊണ്ട് സിം കാർഡ് പുള്ളിയുടെ പേരിൽ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ കുറേ CV ഞാൻ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. കാരണം 1 dirhams 2 dirhams ഒക്കെ കോസ്റ്റ് വരും ഒരു CV എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് CV എടുക്കാവുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കമ്പനീസൊക്കെ നിങ്ങൾ ഫൈൻഡ് ചെയ്തല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് അവരുടെ കോൺടാക്ട് നമ്പേഴ്സോ HR നമ്പർ, ആരുടെയെങ്കിലും നമ്പറൊക്കെ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. ഗൂഗിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവരുടെ ഓഫീസ് നമ്പറായിരിക്കും കിട്ടുന്നത്. HR നമ്പറോ അങ്ങനെ എന്തെങ്കിലും റിക്രൂട്ട്മെൻറ്റ് നമ്പർ കിട്ടുവാണെങ്കിൽ ഡയറക്റ്റ് അവിടെ വിളിച്ച് ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസ് നമ്പറിൽ വിളിച്ചിട്ട് HR-നോടൊന്ന് സംസാരിക്കണം എന്ന് മാത്രം ഒന്ന് പറഞ്ഞു നോക്കുക. ഒന്ന് എറിഞ്ഞു നോക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സംസാരിച്ച് നോക്കുക. ഡയറക്റ്റ് HR-ആയിട്ട് ഒരു കോൺടാക്റ്റ് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പൊസിഷൻ ഓപ്പണിംഗ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ ഇൻഡീഡ്, നോക്കരി ഗൾഫ് പോലത്തെ വെബ്സൈറ്റുകളിൽ നിങ്ങൾ എന്തെങ്കിലും ഓപ്പണിംഗ് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്ലൈ ചെയ്യണം, പക്ഷേ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഇതാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്പണിംഗ് ഇൻഡീഡിൽ കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ കമ്പനിയുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ നമ്പർ എടുത്തിട്ട് അവിടെ വിളിച്ചിട്ട് ഈ ഓപ്പണിംഗ് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുക, എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോഴും ഓപ്പണിംഗ് ഉണ്ടെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ ആ കമ്പനീസിൽ വേണം നിങ്ങൾ നേരിട്ട് കൊണ്ട് CV കൊടുക്കാൻ. അങ്ങനെ ഓപ്പണിംഗ് ഉണ്ടെന്ന് ഉറപ്പുള്ള കമ്പനീസ് ടാർഗറ്റ് ചെയ്ത് ഒരു ഏരിയയിലെ മാക്സിമം കമ്പനീസ് വെച്ചിട്ട് നിങ്ങൾ CV കൊണ്ട് കൊടുക്കണം.